ഹലോ ഹായ് നമസ്കാരം, ഞാൻ ഉമാർ. കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഈ വ്ളോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു. അപ്പോൾ സിനിമ തുടങ്ങുമ്പോഴേ അവതരിപ്പിക്കപ്പെടുന്ന ശബ്ദങ്ങൾ, അതിൻ്റെ ഒരു പാറ്റേൺ, അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും ഇത് ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ ക്ലൈമാക്സ് വരെ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇന്റർവെല്ലിനെ ഇറങ്ങി ഓടാൻ തോന്നി. ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. നാളെ രാവിലെ നിന്റെ വീട്ടിൽ നാളിനെ കൊണ്ടുവരാം, പോലീസിനെ കൊണ്ടുവരാം. അപ്പൊ നീ പെർമിഷൻ കാണിച്ചു. അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ, പക്ഷെ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ കാരണം അവന് ഇറങ്ങി പോവാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. അത്ര ക്ഷമയില്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂവർ ആണത്? ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ശേഷം അവന്റെ മുഖം തന്നെ കണ്ട, അവന്റെ മുഖം എങ്ങനെയാ പുച്ഛാണ് അവനെല്ലാത്തും. സാറ് കാണാറുണ്ടോ ഞാൻ ബോൾക്കൊക്കെ ചോദിച്ചോണ്ടിരിക്കണത്? ഇപ്പൊ ഞാൻ ചതയിലും നിർത്തി. സജഷൻ ആയിരുന്നു. എന്തൊരു തള്ളക്ക് വിളിയാണ്. ഓരോരുത്തന്മാരൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്റെയും കോക്കിന്റെയും ഉണ്ണീരൊക്കെ പേരിൽ വീഡിയോ. ഇവന്റെ പരിപാടി എന്താ? ഐഫോണിനെ കുറ്റം പറയാ, സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ. അപ്പൊ കുറെ ശ്രദ്ധ കിട്ടും. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ, എന്നിട്ട് നീ കുറ്റം. You prove it. If you prove it, I will nakedly walk. I will nakedly walk from Whitela to Edapalli. നിങ്ങൾ കുറ്റം പറയാൻ നടക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്കും, നിങ്ങളുടെ കഴിവ് കാണിക്കും. അന്ന് ഞാൻ നിന്നെ അംഗീകരിക്കും. മതിയായി തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവൽ.